ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സങ്കീർത്തനം 11:4 തിരുവചനം ഇപ്രകാരം പറയുന്നു: കർത്താവിൻ്റെ സിംഹാസനം കർത്താവ് തൻ്റെ വിശുദ്ധ മന്ദിരത്തിലാണ്. കർത്താവ് തൻ്റെ വിശുദ്ധ മന്ദിരത്തിലാണ്. അവിടുത്തെ സിംഹാസനം സ്വർഗത്തിലാണ്. അവിടുത്തെ കണ്ണുകൾ മനുഷ്യമക്കളെ കാണുന്നു, അവരെ അവിടുന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. പിന്നെ സങ്കീർത്തനം 33:13 ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നു: കർത്താവ് സ്വർഗത്തിൽ നിന്നും താഴേക്ക് നോക്കുന്നു, അവിടുന്ന് എല്ലാ മനുഷ്യരെയും കാണുന്നു. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തകൻ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. സങ്കീർത്തകൻ പ്രത്യേകം പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അതായത് ദൈവം സ്വർഗത്തിലാണ്. കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരമായ സ്വർഗത്തിലാണ്. അവിടെ നിന്ന് കർത്താവ് എല്ലാവരെയും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുവെന്ന് അവിടെ സങ്കീർത്തകൻ വെളിപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മെ ഒന്ന് നോക്കുന്ന അവസരമുണ്ട്. ചിലപ്പോൾ നമ്മളെ ഒന്ന് നോക്കും. അത് അസാധാരണമായ നോട്ടം. ആ നോട്ടം പലരിലും മാറ്റങ്ങൾ വരുത്തും. നമുക്കറിയാം, അന്ത്രയോസ് തൻ്റെ സഹോദരനായ ശിമയോനുമായി ഈശോയുടെ അടുക്കിലേക്ക് കടന്നു വരുന്നു. അങ്ങനെ ഈശോയുടെ അടുക്കിലേക്ക് ശിമയോൻ കടന്നു വരുമ്പോൾ ഈശോ ശിമയോനെ ഒന്ന് നോക്കുന്നു. ഒരു ശക്തമായ നോട്ടമാണ് നോക്കുന്നത്. ആ നോട്ടത്തിലൂടെ ഈശോ ശിമയോൻ്റെ ഭാവികാലവും ഭൂതകാലവും അവൻ്റെ അകവും പുറവുമെല്ലാം ആഴത്തിൽ പരിശോധിക്കുന്ന ഒരു നോട്ടമാണ് നോക്കിയത്. പ്രിയപ്പെട്ടവർ, ഈ ശിമയോൻ ഒരു ഞാങ്ങണയാണ്. എന്താണ് ഞാങ്ങണയുടെ പ്രത്യേകത? ഈ ഞാങ്ങണ എന്ന് പറയുന്നത് ഒരു ബലമില്ലാത്ത സസ്യമാണ്. കാറ്റത്ത് ആടി ഒലയുന്ന ഒരു സസ്യമാണ്. അത് പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്ന ഒരു സസ്യമാണ്. അതിന് ബലമില്ലാത്തത് കൊണ്ടാണ് അത് കാറ്റ് വരുമ്പോൾ ആടി ഒലഞ്ഞ് ഒടിഞ്ഞു പോകുക. ഈ ശിമയോനെ സംബന്ധിച്ചോളം ഈശോ മനസ്സിലാക്കി, ഇവൻ കാറ്റത്ത് ആടി ഒലയുന്ന ഒരു ഞാങ്ങണയാണ് എന്ന് ഈശോ ഈ ശിമയോനെ കുറിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഈശോ ശിമയോനെ ഒരു വലിയ വ്യക്തിയായിട്ട് മാറ്റാൻ ശ്രമിക്കുകയാണ്. ശിമയോൻ ഒരു പുതിയ സൃഷ്ടിയാക്കാൻ വേണ്ടി ഈശോ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈശോ അവനെ പേര് വിളിക്കുന്നുണ്ട് കേപ്പ, അതായത് പാറ, പത്രോസ് എന്നറിയപ്പെടും. പ്രിയ സഹോദരങ്ങളെ, ഈ ശിമയോൻ എന്ന് പറയുന്നത് ഒരു സാധാരണ വ്യക്തിയാണ്. അവനൊരു സാധാരണ മുക്കുവനാണ്. അവൻ കടലിൽ പോകുന്നു. കടലിൽ പോയി അവൻ മത്സ്യങ്ങളെ പിടിക്കുന്നു. മത്സ്യങ്ങളെ പിടിച്ചിട്ട് അവൻ വീട്ടിലേക്ക് കടന്നു വരുന്ന ഒരു മുക്കുവൻ മാത്രം. മത്സ്യങ്ങളുമായിട്ട് അവൻ്റെ ഗ്രാമത്തിലേക്ക് കടലിൽ നിന്നും മത്സ്യവുമായി കടന്നു വരുന്ന ഒരു മുക്കുവൻ മാത്രം. അവനെ സംബന്ധിച്ചോളം അവന് സംസ്കാരമില്ല, അവന് വിദ്യാഭ്യാസമില്ല, എടുത്തു പറയത്തക്ക പാരമ്പര്യം ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഈ ശിമയോൻ എന്ന് പറയുക. ശിമയോനെ സംബന്ധിച്ചിടത്തോളം ഈശോ ഒരു കാര്യം തീരുമാനിക്കുക: അവനെ അടിമുടി മാറ്റണം. ഒറ്റ നോട്ടത്തിലൂടെ ഈശോ അവൻ്റെ അകവും പുറവും, അവൻ്റെ ഭാവികാലവും ഭൂതകാലവും എല്ലാം മനസ്സിലാക്കി. ഈശോ അവനെ മനുഷ്യരെ പിടിച്ചു കൂട്ടുന്ന ഒരു മനുഷ്യനായിട്ട് മാറ്റുക, ഒരു വ്യക്തിയായിട്ട് മാറ്റുക. അതായത് മത്സ്യങ്ങളെ പിടിക്കുന്നതിന് പകരം മനുഷ്യരെ പിടിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ദൈവം അവനെ, ഈ ശിമയോനെ മാറ്റിയെടുക്കുക. ആഴക്കടലിലെ തിരകളോട് മല്ലടിച്ച് മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരുന്ന സാധാരണ മുക്കുവനായ ശിമയോൻ. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഈശോയുടെ വളരെ ശ്രദ്ധയോടുകൂടിയ ഈ നോട്ടം, ഈശോയുടെ വളരെ ശ്രദ്ധയോടുകൂടിയുള്ള ഈ നോട്ടം ആ ശിമയോനെ ആത്മാവിൽ ആഴങ്ങളിൽ മനുഷ്യരെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു അപ്പസ്തോലനാക്കി മാറ്റി. ഈശോയുടെ ശക്തമായ നോട്ടം ആ ശിമയോനെ ദൈവത്തിങ്കിലേക്ക് കൂടുതൽ ആൾക്കാരെ അടുപ്പിക്കുന്ന ഒരു നോട്ടമായിട്ട് മാറി. അങ്ങനെ അവനെ ഒരു അപ്പസ്തോലനായിട്ട് ഈശോ മാറ്റിയെടുക്കുക. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ അടുക്കൽ വരുന്നവരെ ഈശോ നല്ലതുപോലെ അറിയുന്നുണ്ട്. അങ്ങനെ കടന്നു വരുന്നവരെ അവരുടെ ഭൂതകാലമൊന്നും ഈശോ അന്വേഷിക്കാറില്ല. അവൻ എങ്ങനെയുള്ളവനായിരുന്നു, നല്ലവനായിരുന്നോ, ചീത്തയായിരുന്നോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈശോ അന്വേഷിക്കുന്നേയില്ല. എങ്ങനെ ഉള്ളതാണെന്ന് ഈശോയ്ക്ക് ഒരു വിഷമവുമില്ല കാര്യത്തിൽ. അവൻ ആരായിത്തീരാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് ഈശോ ആഗ്രഹിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദര, സഹോദരി, നീ കഴിവില്ലാത്തവനാണ് എന്ന് ചിന്തിക്കുന്നുണ്ട്. നീ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. കാരണം നീ പ്രതിസന്ധിയുടെ മുമ്പിലായിരുന്നാലും, ഏത് പ്രതിസന്ധിയുടെ മുമ്പിലായിരുന്നാലും പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായിട്ട് നീ മാറണം. അങ്ങനെ നിനക്ക് പിടിച്ചു നിൽക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിട്ട് മാറണമെങ്കിൽ എന്ത് ചെയ്യണം? നീ ദൈവത്തിങ്കിലേക്ക് നോക്കണം. ദൈവത്തിങ്കിലേക്ക് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ അഗ്നിജ്വാല കണ്ണുകൾ കൊണ്ട് ദൈവം നിന്നെയും തിരിച്ചു നോക്കും. അപ്പോൾ അത് നിന്നെ ആ പാറ പോലെ
കട്ടിയുള്ള ഒരു പാറ പോലെയാക്കി നിന്റെ ഹൃദയത്തെ കർത്താവ് മാറ്റിയെടുക്കും. നിന്നെ ഉറപ്പുള്ളവനാക്കി മാറ്റിയെടുക്കും. നിന്നെ തകർക്കാൻ യാതൊരു ശക്തിക്കും സാധിക്കുകയില്ല. നമുക്കറിയാം, സക്കേവൂസിൻ്റെ കാര്യത്തിൽ നമുക്കൊന്ന് കടന്നു ചെല്ലാം. സക്കേവൂസ് ഈശോയെ കാണാൻ ആഗ്രഹിച്ച വ്യക്തിയാണ്. ഈശോ അവനെ നോക്കണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ് സക്കേവൂസ്. ഈ സക്കേവൂസ് ഈശോ അവൻ ചുങ്കം പിരിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അവൻ സർക്കാരിന് വേണ്ടി ചുങ്കം പിരിച്ചു. അതുകൂടാതെ അവന് വേണ്ടി സ്വന്തമായിട്ട് കുറേ പൈസ പിരിച്ച വ്യക്തിയാണ്. ഇതെല്ലാം കൂടെ ആയപ്പോൾ ജനത്തിന് അവനെ ഒട്ടും താല്പര്യമില്ലാതായി. ജനങ്ങളാൽ അവൻ വെറുക്കപ്പെട്ടു. അത് അവന് മനസ്സിലായി. അപ്പോൾ അവനൊരു തീരുമാനമെടുത്തു, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തണം. എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു മാറ്റം വരുത്തണമെന്ന് സക്കേവൂസ് ഉറച്ചു ചിന്തിക്കുകയാണ്. അപ്പോൾ അവൻ കണ്ട മാർഗം അവൻ അറിഞ്ഞു. ഈശോ എന്നൊരു വ്യക്തി അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നു. അവൻ അതിലെ കടന്നു പോകുന്നുണ്ട്. ആ പ്രദേശത്തു കൂടി കടന്നു പോകുന്നു എന്ന് അവൻ മനസ്സിലാക്കി. അവൻ അറിഞ്ഞു. ഓ പ്രിയപ്പെട്ടവരെ, സക്കേവൂസ് മനസ്സിലാക്കി, എനിക്ക് ഈശോയെ ഒന്ന് കാണണം. എനിക്ക് ഈ അത്ഭുതം പ്രവർത്തിക്കുന്ന ഈശോ എന്ന് പറയുന്ന വ്യക്തിയെ എനിക്ക് ഒന്ന് കാണണം. അങ്ങനെ അവൻ ഈശോയെ കാണാൻ തീരുമാനിച്ചു. ഈശോ ജനക്കൂട്ട ആർപ്പുകളിലൂടെ ഈശോയുടെ വചനമെല്ലാം കേട്ട് ഈശോയുടെ ഒപ്പം ആർത്ത് വിളിച്ച് വഴിയുടെ നടന്നു വരുമ്പോൾ സക്കേവൂസ് എന്ത് ചെയ്തു? സക്കേവൂസ് മുന്നേ ഓടി. സക്കേവൂസ് മുന്നേ അവരാരും കാണാതെ, ഈശോയും അവർ കൂടെയുള്ള ആൾക്കാരും കാണാതെ അവൻ മുന്നേ ഓടി. അവൻ മുന്നേ ഓടിയിട്ട് അവൻ്റെ അടുക്ക് കണ്ട ഒരു സിക്കബൂർ മരത്തിൻ്റെ മുകളിലേക്ക് അവൻ വലിഞ്ഞു കയറുകയാണ്. അവൻ ആ സിക്കബൂർ മരത്തിൻ്റെ മുകളിൽ വലിഞ്ഞു കയറി കുറേ ചില്ലകളുണ്ട്. ആ ചില്ലകളുടെ ഇടയിൽ അവൻ ഒളിക്കുക. അവൻ അവിടെ ഇരുന്നിട്ട് ആ ചില്ലകളുടെ ഇടയിലൂടെ അവൻ ഈശോയെ നോക്കുകയാണ്. അവൻ ഈശോയെ കണ്ടു. ഈശോ ദൂരെ നിന്നും വരുന്നത് അവൻ കണ്ടു. എന്നാൽ ഈശോ അവനെ കണ്ടില്ല എന്ന് അവൻ വിശ്വസിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ സക്കേവൂസ് എപ്പോൾ ഈശോയെ കാണണമെന്ന് ആഗ്രഹിച്ചോ അത് ഈശോ മനസ്സിൽ കണ്ടു. സക്കേവൂസ് എന്നൊരു വ്യക്തി അവൻ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവൻ എന്നെ കാണാൻ വേണ്ടി എൻ്റെ മുന്നേ ഓടും. എൻ്റെ മരത്തിൽ അവൻ കയറിയിരിക്കും. അവൻ മരച്ചില്ലകളുടെ ഇടയിൽ നിന്ന് എന്നെ നോക്കും എന്നെല്ലാം ഈശോ മുന്നേ മനസ്സിലാക്കിയിരുന്നു. പ്രിയപ്പെട്ടവരെ, സക്കേവൂസ് അങ്ങനെ ഈശോയെ വീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ ആ സിക്കബൂർ മരത്തിൻ്റെ അടുത്ത് വരുന്നു. ഈശോ നേരെ മുകളിലേക്ക് നോക്കുന്നു. ഈശോ വിളിക്കുക, സക്കേവൂസ് വേഗം ഇറങ്ങി വരിക. ഇന്ന് എനിക്ക് നിന്റെ ഭവനത്തിൽ അന്തി ഉറങ്ങേണ്ടിയിരിക്കുന്നു, താമസിക്കേണ്ടിയിരിക്കുന്നു. അവൻ ഞെട്ടിപ്പോയി. സക്കേവൂസ് ഞെട്ടിപ്പോയി. പ്രിയപ്പെട്ടവരെ, അവൻ വിചാരിച്ചു ഈശോ എന്നെ കണ്ടില്ല എന്ന്. പക്ഷേ ഈശോ അവനെ കണ്ടു. ഈശോ മുകളിലേക്ക് നോക്കി അവനോട്, സക്കേവൂസ് നീ ഇറങ്ങി വരാൻ പറഞ്ഞു. അവൻ പെട്ടെന്ന് ആ മരത്തിൽ നിന്ന് ഊർന്നിറങ്ങി ഈശോയുടെ മുമ്പിലേക്ക് വീണു. ഈശോ അവനെ എഴുന്നേൽപ്പിച്ചിട്ട് അവൻ്റെ തോളത്ത് കൈവിട്ട് അവനോട് പറഞ്ഞു, സക്കേവൂസ്, ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു. നിന്റെ മനസ്സ് ഞാൻ നിന്റെ അകവും പുറവും നിന്റെ ഭാവിയും ബോധവും എല്ലാം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. ഇന്ന് ഞാൻ നിന്റെ ഭവനത്തിൽ അന്തി ഉറങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു. അവൻ വലിയ സന്തോഷമായി. അവൻ ഈശോയെ കൂട്ടി ഭവനത്തിലേക്ക് പോയി ഭക്ഷണത്തിനൊക്കെ ഇരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, സക്കേവൂസ് എന്ന ചുങ്കം പിരിവുകാരൻ അവൻ പുതിയൊരു വ്യക്തിയായി മാറി. എപ്പോഴാണ് അവൻ പുതിയ വ്യക്തിയായി മാറിയത്? അവൻ എപ്പോൾ ഈശോയെ കാണാൻ ആഗ്രഹിച്ചുവോ, ഈശോയിലേക്ക് അവൻ ഈശോയെ നോക്കിയപ്പോൾ ഈശോ അവനെ നോക്കി. ആ ഈശോയുടെ അഗ്നിജാലകൾ പോലെയുള്ള നോട്ടം, ആ കണ്ണുകളുടെ നോട്ടം അവനിൽ ഒരു മാറ്റം വരുത്തി. അവൻ ഈശോയെ അന്വേഷിക്കുന്നവനായി, കണ്ടെത്തുന്ന ഒരു മനുഷ്യനായി തീരാൻ അവൻ ആഗ്രഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ശിമയോൻ പത്രോസിൻ്റെ മേൽ പതിഞ്ഞ ആ ഈശോയുടെ കണ്ണുകൾ, ശിമയോൻ പത്രോസിൻ്റെ മേൽ പതിഞ്ഞ ആ കണ്ണുകൾ നമ്മുടെ മേലും പതിയാൻ നമുക്ക് ആഗ്രഹിക്കാം. ഗിദെയോനെ പോലെ നമ്മുടെ അവസ്ഥ ദൈവത്തോട് തുറന്നു പറയുക. ഗിദെയോനെ പോലെ നമ്മുടെ അവസ്ഥ ദൈവത്തോട് തുറന്നു പറഞ്ഞ് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 6-ാം അധ്യായം 14-ാം തിരുവചനം ഇപ്രകാരം പറഞ്ഞു വെച്ചിട്ടുണ്ട്. കർത്താവ് അവൻ്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു, നിന്റെ സർവശക്തിയോടും കൂടെ പോയി ഇസ്രായേൽക്കാരെ മിദ്യാൻകാരിൽ നിന്നും നീ മോചിപ്പിക്കുക, ഞാനാണ് നിന്നെ അയക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവം തൻ്റെ കണ്ണുകൾ നമ്മിൽ നിന്നും മാറ്റാതിരിക്കുവാൻ വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കണ്ണുകൾ നമ്മുടെ മേൽ എപ്പോഴും പതിയാൻ വേണ്ടി, ദൈവത്തിൻ്റെ കണ്ണുകൾ നമ്മുടെ മേൽ നിന്ന് മാറാതിരിക്കാൻ വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. യോബിൻ്റെ മേൽ, ദാവീദിൻ്റെ മേൽ ഉറപ്പിച്ച ദൈവത്തിൻ്റെ കണ്ണുകൾ നമ്മുടെ മേലും ഉറക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തൻ്റെ സ്നേഹമുള്ള കണ്ണുകൾ കൊണ്ട് നമ്മളെ ഓരോരുത്തരെയും നോക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തിങ്കിലേക്ക് തിരിയണം. ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഹൃദയം തുറക്കണം. ദൈവം തൻ്റെ ഹിതം പോലെ നമ്മെ മുന്നോട്ട് നയിക്കട്ടെ. ആമേൻ.